യെസ് മിനിസ്റ്റർ. സർ, GST വരുമാനത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പറയുന്ന ആശങ്ക, ഇത് നേരത്തെ പ്രതിവർഷം 14% വീതം ടാക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് സർ. നമുക്ക് റവന്യൂ ന്യൂട്രൽ റേറ്റ് ഈ GST സമ്പ്രദായം വരുന്നതിന് മുമ്പ് നമ്മുടെ പഴയ സമ്പ്രദായത്തിൽ 15 മുതൽ 16% വരെ 15.5%-ലധികമായിരുന്നു റവന്യൂ ന്യൂട്രൽ റേറ്റ്. 100 രൂപ ആകെ കച്ചവടം ഉണ്ടെങ്കിൽ 15 രൂപ ടാക്സ് ഉണ്ടായിരുന്നു സർ. ഈ 14% വരുന്നില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ ആദ്യത്തെ 5 വർഷക്കാലം അവർ അതുകൂടെ തികച്ചു തരുന്നതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം വരുന്നത്. അങ്ങനെ നമുക്ക് 12,000-13,000 കോടി രൂപ വെച്ച് വർഷം കിട്ടിക്കൊണ്ടിരുന്നതാണ്. 5 വർഷമേ കിട്ടിയുള്ളൂ. 2022 തീർന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആ കുറവ് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല സർ. എന്ന് മാത്രമല്ല സർ, ഈ റവന്യൂ ന്യൂട്രൽ റേറ്റ് 15.5% ഉണ്ടായിരുന്നത് ഇപ്പോൾ 11% താഴെയായി സർ. എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റങ്ങൾക്ക് ഇവർ വലിയ ലക്ഷറി ഐറ്റങ്ങൾക്ക് ടാക്സ് കുറച്ചു. കൗൺസിൽ എന്ന് പറയുമ്പം സ്റ്റേറ്റുകൾ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വശത്തു കൂടി റവന്യൂ ന്യൂട്രൽ റേറ്റ് കുറയ്ക്കുന്ന തരത്തിലേക്ക് ആർബിട്രറി ആയിട്ട് ടാക്സുകൾ കുറച്ചു, ലക്ഷറി ഐറ്റങ്ങൾക്ക് പ്രത്യേകിച്ചും. മറുവശത്ത് നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള അഷർ ചെയ്തത് 15-ാം വർഷം മുതൽ, എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ മുതൽ നമുക്കൊരു പ്രതിവർഷം 14% വീതം ഉണ്ടായിരുന്ന വർധനയുണ്ടെങ്കിൽ 12,000-14,000 കോടി രൂപ അധികം വരേണ്ടതാണ്. അതും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. GST സമ്പ്രദായത്തിൻ്റെ ഈ പൊള്ളത്തരങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നം നമ്മൾ നേരിടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളും ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സർ. ശ്രീ തോമസ് കെ തോമസ്. സാർ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് അങ്ങ്. സാറിൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം സർക്കാരിൻ്റെ സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ സ്വകാര്യ സഹകരണ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് അവസരം നൽകുമോ? കുട്ടനാടിന് ഒരു പ്രത്യേകത തന്ന് സഹായിക്കുമോ? സർ, സർക്കാരിൻ്റെ പ്രത്യേക പ്രാധാന്യമുള്ളൊരു മേഖല നമ്മുടെ നാട്ടിൽ ധാരാളം നിക്ഷേപം അത് മുടക്കാൻ പറ്റുന്ന ആളുകൾ അതിലേക്ക് വരണമെന്നുള്ളതാണ് സർ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തിൽ നേരത്തെ മുതൽ ഉള്ള കാര്യം തന്നെയാണ്. 57-ലെ ഒന്നാമത്തെ ഗവൺമെൻറ് കാലം മുതൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യമുണ്ട്. അത് നല്ലതുപോലെ വരണം. പ്രവാസികൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ടൂറിസം തുടങ്ങിയ മേഖലയിൽ പ്രത്യേക പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. തൊട്ടുമുമ്പ് നമ്മുടെ പോർട്ട് സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ട്രയാങ്കിൾ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു സർ. അതിനകത്ത് എല്ലാം ധാരാളം സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെ, ലാൻഡ് പൂളിംഗ് ഉൾപ്പെടെ, സ്വകാര്യ PPP മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, എറണാകുളത്തുനിന്ന് കോയമ്പത്തൂർ വഴി അങ്ങ് ബാംഗ്ലൂരിനുള്ള കോറിഡോറുണ്ട്, കോഴിക്കോട് നിന്ന് മംഗലാപുരം കോറിഡോറുണ്ട് സർ. എല്ലാ സ്ഥലത്തും സ്വകാര്യ നിക്ഷേപത്തിന് പ്രത്യേക പ്രയോറിറ്റി കൊടുക്കുന്നു സർ. ടൂറിസത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത് KFC 50 കോടി രൂപ വരെ ഹോട്ടൽ പ്രൊജക്റ്റിന് കൊടുക്കും. 2% അതിനൊരു പലിശ സബ്സിഡിയോട് കൊടുക്കാൻ വേണ്ടി KFC ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖല ഈ ടൂറിസം പോലെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അവിടെ ടൂറിസം മേഖലയിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞു. ടൂറിസത്തിന് ഇലക്ട്രിസിറ്റി റേറ്റുകളിലൊക്കെ ഹയർ റേറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് തുടങ്ങുന്നില്ല. പക്ഷേ വ്യവസായത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇത് തുടങ്ങുന്നതിന്, അത് ആരംഭിക്കുന്നതിനും മറ്റുള്ള കണ്ടീഷൻസിനകത്ത് വ്യവസായത്തിന് പോലെ സ്റ്റാറ്റസ് കൊടുക്കുമെന്നും ഇവിടെ പറഞ്ഞാണ് സർ. ഇതെല്ലാം സ്വകാര്യ മേഖലയുടെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിക്ഷേപത്തിനും കേരളത്തിൽ കൂടുതൽ ജോലി ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഭാഗമാണ് സർ. ശ്രീ KP മോഹനൻ. ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അങ്ങ് നൽകിയത് മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിച്ചും പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറ്റവും താഴെത്തട്ടുള്ള ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന ബഹുതല സ്പർശിയായ വികസന പന്ഥാവിലൂടെ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സർ. സർ, മനുഷ്യ വിഭവശേഷിയാണ് സർ നമ്മുടെ ഏറ്റവും വലിയ സ്രോതസ്. ഇന്ന് കേരളത്തിൻ്റെ വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള അത് വിദേശത്തേക്ക് കയറ്റി അയക്കപ്പെടുകയാണ് സർ. നമ്മുടെ മനുഷ്യ സ്രോതസ് അത് കേരളത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സർ, കേരളത്തിൻ്റെ മനുഷ്യ വിഭവശേഷി സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ എന്തൊക്കെ നടപടികളാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സർ, വളരെ പ്രധാനപ്പെട്ട ചോദ്യവും കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യമാണ് സർ ബഹുമാനപ്പെട്ട മെമ്പറോട്